ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ. മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഉള്ളൊരു പ്രശ്നമാണ്. ഈ മൂക്കിൽ പ്രത്യേകിച്ച് വരുന്നത് നമ്മുടെ ഈ മൂക്കിൽ ഈ താടിയുടെ ഇവിടെയായിട്ട് ഈ ചിന്നിൻ്റെ ഈ ഭാഗത്ത് ഒക്കെ ആയിട്ടാണ് മിക്കവാറും കൂടുതലായിട്ടും ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇത് ഹിപ്പ് ഹോപ്പ് ക്ലെൻസിങ് ചാർക്കോൾ നോസ് സ്ട്രിപ്സ് ആണ്. അതായത് ചാർക്കോൾ വെച്ചിട്ടുള്ള ഒരു നോസിൻ്റെ ഒരു സ്ട്രിപ്പാണ്. നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ മൂക്കിലും നമ്മുടെ ഈ ചിന്നിലും, കൂടുതലും ഇത് മൂക്കിനായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മൂക്കിൽ കൂടുതലും ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഈ മൂക്കിലാണ്. നമുക്ക് ചിന്നിലും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മൂക്കിൽ പേസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം ഇത് അടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ്, ചൂടുവെള്ളത്തിൽ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ടിപ്പും കൂടി പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്ക്രബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആവി പിടിച്ചതിന് ശേഷം ആ സ്ക്രബ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 90 രൂപയാണ്. 90 രൂപയ്ക്ക് നമുക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ 3 സ്ട്രിപ്സ് കാണും കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തു ഓൾറെഡി. ഇതിനു മുമ്പ് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവാണ് കേട്ടോ. മന്ത്ലി നമുക്ക് ഒരെണ്ണമൊക്കെ മതിയാവും നമ്മുടെ ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ 3 പാക്കറ്റാണുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും, നല്ലതായിട്ട് റിമൂവ് ആവുന്നുണ്ട്. പിന്നെ അധികം വിലയില്ല. 90 രൂപയെന്ന് പറയുമ്പം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതിന് 30 രൂപയെ ചിലവാകുന്നുള്ളൂ. അപ്പോൾ അതായത് 3 സ്ട്രിപ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് 30 രൂപയാവുന്നുള്ളൂ. നമുക്ക് മന്ത്ലി ഒരെണ്ണം, അധികം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും. നല്ലതായിട്ട് റിമൂവ് ആയി കിട്ടും. അധികം എക്സ്പെൻസ് ഒന്നുമില്ല. ഞാൻ ഓൺലൈനാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. നമ്മൾ ചെറുതായിട്ട് നനച്ചതിന് ശേഷം വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇത് ഒട്ടത്തില്ല നമ്മുടെ മൂക്കിൽ. ഡ്രൈ സ്കിന്നിലിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഒട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നനച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് പീൽ ചെയ്യുന്ന സമയത്തൊന്നും അധികം വേദനയൊന്നുമില്ല. നമുക്ക് പീൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയണ്ടേ, നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വലിച്ചെടുക്കുന്ന ഭയങ്കര പെയിൻഫുള്ളാണ്. അങ്ങനെ വേദനയൊന്നുമില്ല, ചെറിയൊരു വേദനയുള്ളൂ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് ഡ്രൈ സ്കിൻ, എൻ്റെ ഇപ്പോൾ ഒരു നോർമൽ സ്കിന്നാണ്, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്ട്രിപ്പ് നമ്മുടെ നോസിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനൊരു കോട്ടണിൽ കോട്ടൺ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ മൂക്ക് ഒന്ന് തടവി കൊടുക്കുകയാണ്. ആവി പിടിച്ചാലും മതി കേട്ടോ. നന്നായിട്ട് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് സ്ക്രബ്ബർ, ഞാനിത് ഹോം മെയ്ഡ് സ്ക്രബ്ബറാണ്, കുറച്ച് സ്ക്രബ്ബർ എടുത്തിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഈ സ്ക്രബ്ബറിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇത് നല്ല എഫക്റ്റീവാണ്. നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡൊക്കെ ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ട്രിപ്പ് തന്നെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ നിങ്ങൾ സ്ക്രബ് ചെയ്തു. ഞാനിപ്പോൾ മൂക്കിൽ മാത്രമേ ഒട്ടിച്ച് കാണിക്കുന്നുള്ളൂ, എനിക്ക് മൂക്കിൽ മാത്രമേ ഉള്ളൂ. സ്ക്രബ് ചെയ്തിട്ട് കഴുകിയിട്ട് വേണം ഈ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇനി ഒന്നും കൂടി ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയാണേ. ചെറിയ ചൂടുവെള്ളം മതി, പൊള്ളിക്കരുത് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു സംഭവമാണുള്ളത്. ഇങ്ങനെയാണ് സ്ട്രിപ്പ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് കളർ കാണുന്നത് ഇത് ഇവിടെ ചാർക്കോളാണ്. ഞാൻ പതുക്കെ ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഇതിങ്ങനെ ഇരുന്നിട്ട് ഒന്ന് കുറച്ചിങ്ങനെ സ്റ്റിഫാകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റ് ആവും. ഇളക്കി എടുക്കണം. എന്നിട്ട് ഇളക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാവേ എത്ര റിമൂവ് ആയിട്ടുണ്ടെന്ന്, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എത്ര റിമൂവ് ആയിട്ടുണ്ടെന്ന് ഞാൻ ഇളക്കി എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി എടുക്കാൻ പോവാണേ.
അത്ര വേദനയൊന്നും ഇല്ല കേട്ടോ, വളരെ ചെറിയൊരു വേദനയേ ഉള്ളൂ. കുറച്ച് ഭാഗം അവിടെ ആയിപ്പോയി. ഇതാ നോക്കിക്കേ, ഫുൾ നല്ല ഗ്ലോ ആയിട്ടുള്ള ബ്ലാക്ക് കളർ അല്ലായിരുന്നോ? ഇപ്പൊ നോക്ക്, നിറച്ച് വൈറ്റ്. എനിക്ക് കൂടുതലും വൈറ്റ് ഹെഡ്സ് ആണുള്ളത്. നിറച്ച് വൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നോക്ക്, നല്ല എഫക്റ്റീവാണ്. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. വൈറ്റ് ഹെഡ്സ് ഒക്കെ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോ കേട്ടോ, നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പ്രോബ്ലം ഉള്ളവർക്കെല്ലാം ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.